അപ്പം നമ്മുടെ മൂന്നാമത്തെ കൊല പഴുത്താണ് കേട്ടോ. ഇന്നലെ 2 കൊല ഓൾറെഡി വെട്ടി വെച്ച് അത് കുറേ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ച് നമ്മൾ കുറച്ചൊക്കെ തീർത്ത്. അപ്പോൾ അതാ നെക്സ്റ്റ് കൊല വീണ്ടും പഴുത്ത് നിൽക്കുന്നു. അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടി വെച്ചാൽ വെക്കാനെല്ലാം കൂടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇത് തിന്ന് പഴുത്തത് മാത്രം ഇറുത്തെടുക്കുകയാണ് കേട്ടോ. മറ്റേ ചൈനീസ് വീഡിയോസിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ ഇതേന്ന് തന്നെ പറിച്ചൊക്കെ കഴിക്കുകയാണ് പഴുത്തത്. ഇന്നലെ 2 കൊല വെട്ടിയിൽ പഴുക്കാറായതുമായുള്ള പടലെല്ലാം നമ്മളെല്ലാവർക്കും കൊടുത്ത് തീർത്ത്. ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞ് പഴുക്കും എന്നുള്ളത് മാത്രമേ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ളൂ ഓൾറെഡി. അപ്പോൾ ഇതിങ്ങനെ പിച്ചി എടുക്കുകയാണ് കേട്ടോ. ഇത് വെട്ടിക്കൊണ്ട് വെക്കുന്നില്ല. അപ്പം നാളെ ഇനി 2-3 ദിവസം കഴിയുമ്പോൾ കുറേശ്ശെ പഴുക്കുമ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാമെന്നാണ് ഇത് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഴയ തന്നെ നിൽക്കട്ടോ. പൊതയൊക്കെ കൊടുത്ത് നിർത്തിയേക്കുന്നതുകൊണ്ട് അതങ്ങനെ പൊഴിഞ്ഞു പോകാനൊന്നും സാധ്യതയില്ല. ഇന്നലെ ഒരു കൊല വെട്ടി പകുതിയോളം ഇങ്ങനെ റോബസ്റ്റ ടൈപ്പ് പഴമായതുകൊണ്ടേ കുറച്ചിങ്ങനെ ഇറുന്നങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ എല്ലാം സൂക്ഷിച്ച് കൊണ്ടുവന്നെല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുക്കളയിലോട്ട് നോക്കിയാൽ ഒരു പഴക്കടയിലോട്ട് നോക്കുന്ന പോലെ ഇരിക്കുകയാണ്. അടുക്കള എങ്ങനെ സെക്ഷൻ തിരിച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പഴുത്തതും പഴുക്കാറായതും ഇനി പഴുക്കാൻ കുറച്ച് ദിവസം എടുക്കുന്നതും ഒക്കെ അങ്ങനെ മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അടുത്ത ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈക്കുകയാണ്. എങ്ങനെയും കുറേശ്ശൊക്കെ ഇത് ഒത്തിരി നമ്മൾ പെട്ടെന്ന് ഇതങ്ങ് അളിഞ്ഞു പോകുന്ന ടൈപ്പ് പഴമാണ് കേട്ടോ, ഇരിക്കത്തില്ല. അപ്പോൾ ഇത് നല്ല കുറച്ച് ദിവസം എടുക്കും ഇനി പഴുക്കാൻ. അത് മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴവിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.